ഗായിക ദലീമ കൂടി ഇപ്പോൾ നമുക്കൊപ്പം ചേരുന്നുണ്ട്. മലയാളികൾക്കും തെന്നിന്ത്യക്കും അടക്കം ഒരുപോലെ പ്രിയങ്കരിയായ ഒരു ഗായിക, നിരവധി ഗാനമാധുര്യമാർന്ന ആ സ്വരത്തിൽ വിടർന്ന സമ്മാനങ്ങൾ സമ്മാനിച്ചാണ് വിടവാങ്ങുന്നത്. എന്താണ് ഈ അവസരത്തിൽ പറയാനുള്ളത്? നമുക്ക് വലിയ നമ്മുടെ കേരളത്തിന് ഏറ്റവും വലിയ നഷ്ടമാണ് ജാനകിയമ്മയുടെ വേർപാട്. കാരണം ഏതൊരു മലയാളിയുടെയും ഗൃഹാതുരത്വം ഉണർത്തുന്ന ഓർമ്മകൾ ആണ് ജാനകിയുടെ പാട്ടുകൾ എല്ലാം തന്നെ. അപ്പൊ ആ പാട്ടുകള് എനിക്കും പാടാനുള്ള ഭാഗ്യം, അതായത് റീടേക്ക് ചെയ്യാനുള്ള ഭാഗ്യം എനിക്കും കൂടെ ഉണ്ടായതാണ് ഒരു കാലഘട്ടത്തിൽ. കാരണം ഞാൻ ഒരു ഗായികയായിട്ട് വളർന്നത് ജാനകിയമ്മയുടെ പേരിലാണ്. അതാണ് എല്ലാവരും ജാനകിയമ്മയുടെ പാട്ടുകള് ദലീമ പാടുക, സ്റ്റേജിൽ പോയാലും എല്ലാം എന്നെ കൊണ്ട് പാടിക്കുന്നത്, ജനങ്ങൾ പാടിക്കുന്ന ജാനകിയമ്മയുടെ പാട്ടുകളായിരുന്നു. എനിക്ക് കളിച്ചിട്ട ഇനാക്കൾ എന്നുള്ള CD ഇറങ്ങി, ആൽബം ഇറങ്ങി, കേശാദിപാദം ഇറങ്ങി, മഞ്ഞണി പൂനിലാവ്, എല്ലാം ജാനകിയമ്മയുടെ പഴയ പാട്ടുകൾ, താരാട്ട് പാട്ടുകള്, പിന്നെ നമ്മളുടെ എന്താ പറയുക പ്രേതഗാനങ്ങൾ, അങ്ങനെ വിവിധ തരത്തിലെ പേരുകളിലായിരുന്നു ജാനകിയമ്മയുടെ പാട്ടുകളെല്ലാം എന്നെ കൊണ്ട് പാടിച്ച് അബൂക്ക, സരിഗ ഓഡിയോസ് ഇറക്കുന്നത്. അപ്പൊ അത് എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ഒരു അനുഭവമായിരുന്നു. ഇന്നും മറക്കാത്ത ഒരു ഗായികയാവാൻ എന്തെല്ലാം ആവണമെന്ന് ആ പാട്ടിലൂടെയാണ് ഞാൻ പഠിച്ചത്. അപ്പോ ജാനകിയമ്മയുടെ വേർപാട് വളരെയധികം വിഷമതകള് നമ്മുടെ ഹൃദയത്തിൽ എന്നും വേദന മാത്രമാണ്. കാരണം ജാനകിയമ്മയുടെ പാട്ടുകൾ ഇന്നും കേൾക്കണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു ഗായികയാണ് ഞാൻ. എന്നും കേൾക്കണം എന്ന് ആഗ്രഹിക്കുന്നവളാണ് അമ്മ. അനേകായിരം പാട്ടുകൾ നമുക്ക് സമ്മാനിച്ചിട്ടുണ്ട്. പക്ഷേ വീണ്ടും ഇനിയും പുതിയത് പാടണം ജാനകിയമ്മ എന്ന് ആഗ്രഹിച്ചവളാണ് ഞാൻ. ഏതായാലും നമുക്ക് എല്ലാവർക്കും തീരാനഷ്ടമാണ്. എങ്കിൽ പോലും ആ സംഗീതത്തിലൂടെ നമുക്ക് എന്നും ജാനകിയമ്മ നമ്മുടെ മനസ്സിൽ, നമ്മളുടെ എല്ലാവരുടെയും ഹൃദയങ്ങളിൽ, പ്രത്യേകിച്ച് മലയാളികളുടെ ഹൃദയങ്ങളിൽ എന്നും ഉണ്ടാവും എന്ന് ഉറപ്പുണ്ട്. എത്ര വന്നാലും പ്രാർത്ഥനയിലൊക്കെ ഞാൻ ഓർക്കുകയാണ് ജാനകിയമ്മേനെ. മറക്കാനേ സാധിക്കില്ല എങ്കിൽ പോലും.